ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം. ശുദ്ധീകരണം നടക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ദേവസ്വത്തിന്റെ തീരുമാനം. ഈ ഒരു അവസരത്തിൽ ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. എന്ത് കാഴ്ച അല്ലേ ഗുരുവായൂർ ക്ഷേത്ര പരിസരം. എല്ലാവർക്കും നമസ്കാരം. ജസമാസമയം ഇവിടെ എനിക്കറിയില്ല. കുറുമ്പിയുടെ അവിഹിത കഥകളും പഴയ കഥകളും ചരിത്രങ്ങളും ഒക്കെ കേട്ടപ്പം കുറുമ്പിയെ കാണാനില്ല. കുറുമ്പി പോട്ടെ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. പക്ഷെ ഞാൻ അതിലോട്ട് വരും. പിന്നെ ഈ ജസ്നയെ പോലത്തെ ഈ കടയാടിയൊക്കെ സപ്പോർട്ട് ചെയ്തും ചില സ്ത്രീകൾ രംഗത്ത് വരുന്ന കാണുമ്പോ എന്നൊക്കെ എനിക്ക് തന്നെ തോന്നിപ്പോകുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ജസ്നെ ഞാനടക്കം നിങ്ങളടക്കം ഒരു സമയത്ത് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ട്, അതേന്നല്ലേ ഈ പറട്ടച്ചി, ഒരു മുസ്ലിം ആയതുകൊണ്ട് ഇവള് കണ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഇവള് കേട്ടിരുന്നു. അന്ന് ഇവളെ സപ്പോർട്ട് ചെയ്തു. അതെന്താ മുസ്ലിങ്ങൾക്ക് കണ്ണന്റെ പടം വരച്ച എന്തെന്നായിരുന്നു അന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷേ ഇവളിവിടെ വർഗീയത ഉണ്ടാക്കാനും മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള അജണ്ടയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സാധനം അടിത്തിറക്കിയെന്ന് കാലക്രമേണ നാട്ടുകാർ മനസ്സിലാക്കി. ഇപ്പൊ ഇവളെ പഞ്ചറാണ്. ഇവള് കാണിക്കുന്ന എല്ലാ ഉടായ്പാണ് നാട്ടുകാർക്ക് നല്ലോണം അറിയാം. ഇവൾ ഈ കണ്ണൻ എന്ന് വിളിച്ചും കൊണ്ട് ഈ ഗുരുവായൂർ അമ്പലം നടയിൽ കിടന്ന് പട്ടി ഷോ കാണിക്കുന്നതല്ലാണ്ട് ഇവള് വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നുണ്ടോ? ഇല്ല, പോകത്തില്ല. കാരണം അങ്ങനെ ചെറിയ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. പക്ഷെ ഗുരുവായൂർ അമ്പലം നടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിവാദം ഉണ്ടാകുമെന്നും മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ പറ്റുമെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇവളുടെ പിന്നാലെ പലരും ഉണ്ട്. ഇവളെ ഇങ്ങനെ ഇറക്കി വിടുന്നതിലും ഒരു അജണ്ടയുണ്ട്. പലരും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഞാൻ അന്വേഷിച്ചിടത്തോളം അറിഞ്ഞിടത്തോളം ഇവൾ എത്രയൊക്കെ മുക്കറിയിട്ട് മുങ്ങിയാലും ഒരു മനുഷ്യനും ഇവളുടെ പേരും പറഞ്ഞ് അടിക്കാൻ പോകത്തില്ല. നമ്മുടെ മുസ്ലിമായ ജസ്ന സലീമിനെ തൊട്ടു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനും ചോദിക്കാനും പോകത്തില്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ഫാക്ടറിയുടെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ അത്യാവശ്യം അന്വേഷിച്ചു, അറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇവള് ഗുരുവായൂർ അമ്പലം നടയിൽ വന്ന് ഈ കാണിക്കുന്ന പട്ടി ഷോയ്ക്ക് അവിടുത്തെ ജനങ്ങൾ തന്നെ പ്രതികരിക്കണം. ഇനി അവളെ അവിടെ കണ്ടു കഴിഞ്ഞാൽ കേറ്റരുത്. ഓക്കെ, അകത്ത് കേറ്റരുത്. ദേവസ്വം ബോർഡിന്റെ അടുത്ത് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരിങ്ങനെ ഒരു സാധനത്തിനെ അവിടെ കണ്ടില്ലെന്നാണ് പറയുന്നത്. ഈ പായസം കൊണ്ട് പോയത് ഇത് പ്രഹസനം പുറത്തു കിടന്ന് കാണിച്ചും വീഡിയോ എടുത്തും ഒരുമാതിരി വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന തന്തയില്ലായ്മയാണ്. ഓക്കെ, അല്ലാണ്ട് ഇത് അവിടെ അങ്ങോട്ട് അകത്തൊന്നും കയറി പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അകത്ത് കയറി പോയിരുന്നെങ്കിൽ അമ്മമാരെടുത്ത് ഇവളെ പായസം ഇവളെ കിണ്ടിയൊക്കെ എടുത്ത് വെളിയിൽ എറിഞ്ഞാൽ. എന്തായാലും അവിടെ ആരും ഇവളെ കയറ്റിയിട്ടില്ല. ഇവളൊറ്റ ഒരുത്തി കാരണമാണ് ഗുരുവായൂർ അമ്പലം നടയിൽ പുതിയ നിയമം വരെ വന്നത്. നമുക്കറിയാമല്ലോ എല്ലാവർക്കും. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവളെ അവിടെ കയറ്റാൻ പാടില്ലെന്ന്, ഇവളെ കയറ്റത്തില്ല എന്നും കോടതി ഉത്തരവ് അടക്കം ഉണ്ട്. എന്നിട്ട് ഈ കടയാടി പ്രഹസനം കാണിക്കാനും വിപ്ലവവും വിവാദവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ്. ഇവളെ അടുപ്പിക്കരുത്. ഇവളൊക്കെയാണ് വർഗീയവാദികൾ, ശുദ്ധ വർഗീയവാദികൾ. മറ്റേ VK ബൈജു അവനെയൊക്കെ പോലുള്ള വെറും ഫ്രോഡുകളാണ് ഇതൊക്കെ. മതങ്ങളെ പേരും പറഞ്ഞ് മറ്റുള്ള മതങ്ങളെ ആക്ഷേപിക്കുക, മറ്റുള്ള മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട പ്രവണത. അല്ലാതെ ഇവർക്ക് കണ്ണന്റെ പടം മാത്രമേ വരയ്ക്കാൻ അറിയാവൂ. അതും ഗുരുവായൂർ അമ്പല നടയിൽ മാത്രമേ പോകത്തുള്ളൂ. കണ്ണ എന്ന് വിളിച്ചും കൊണ്ട്. ഓക്കെ, എന്നെ കൊണ്ട് നല്ല പറയിപ്പിക്കില്ല. എന്നാൽ ഇവളെ പോലത്തെ അവളുമാരെയും സപ്പോർട്ട് ചെയ്ത് ചിലവളുമാര് രംഗത്തുണ്ട്. എന്റെ പൊന്നെ മോളെ, നിനക്ക് വേറെ ജോലിയൊന്നുമില്ല, എനിക്ക് വേറെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ കിട്ടിയില്ല ഈ ഒരു കടയാടി അല്ലാണ്ട്. ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ അവിടുത്തെ ഏരിയയിലൊക്കെ ഫുള്ള് വെള്ളം കയറിയ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അതിനെയാണ് ഈ പെൺകൊച്ച് റിയാക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഉച്ചമാണ് തോന്നി. എന്റെ പൊന്നുമോളെ, അയ്യോ. അതുപോലെ തന്നെ കേരളം മൊത്തം ഇപ്പൊ ഏതാണ്ട് വെള്ളത്തിലൊക്കെയാണ്. ആൾക്കാരുടെ അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതുപോലെ കാണുമ്പോൾ വിഷമമുണ്ട്. ഒരുപാട് വീടുകളിലെ അകത്ത് വരെ മരങ്ങളൊക്കെ ഇടിച്ചു കയറി അല്ലാതൊരു സിറ്റുവേഷൻ. കഷ്ടപ്പെട്ട് ഒരു ജീവിതം മൊത്തം വേർപ്പൊഴിച്ച് കഷ്ടപ്പെട്ട് വയ്ക്കുന്ന ഓരോ വീടുകൾ അതൊക്കെ നശിച്ചു പോകുന്നു, തകർന്ന് തരിപ്പണമാകുന്നു. കാണുമ്പോൾ വിഷമം തോന്നുന്നു. പിന്നെ ചില വ്ളോഗർമാരൊക്കെ ഞാൻ കണ്ടായിരുന്നു, സഞ്ജു ടെക്കി, നന്യൂസൊക്കെ എന്തോ വലിയ ആഘോഷകരമായിട്ടാക്കിക്കൊണ്ട് ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇടയിൽ കൂടി പോകുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഉദ്ദേശം എന്താണെന്ന്. എന്തോ ചുമ്മാ ഈ വെള്ളപ്പൊക്കമൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നു. ഓക്കെ, നമ്മൾ പേടിക്കാതിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതെന്തോ വലിയൊരു പിക്നിക്കിന് പോയൊരു മൂഡിലൊക്കെ എടുത്ത് നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ പുച്ഛം തോന്നി. എന്ത് തേങ്ങയാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന്. സീരിയസ്ലി അത് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ വ്യക്തമായിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഗുരുവായൂർ
ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം. ശുദ്ധീകരണം നടക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ദേവസ്വത്തിന്റെ തീരുമാനം. ഓക്കെ, ജാസ്മിൻ അവിടെ അന്ന് വന്നിട്ട് പ്രകസനം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടുത്തെ ആചാരക്രമേണ നിൽക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് കയറത്തുള്ളൂ. അല്ലാണ്ട് പറ്റത്തില്ല, ഇതെനിക്ക് പറ്റത്തില്ല, എനിക്ക് എന്റേതായ രീതിയിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള മൂഡിലാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറാതിരിക്കുക. എന്തിനാണ് ഞാൻ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പൊ ജാസ്മിൻ ആയാലും അന്ന് അവിടെ റീല് ചിത്രീകരിച്ചു. എന്തിനാണ്? ഓൾറെഡി ജസ്നയൊക്കെ പോയിട്ട് അവിടെ വിഷയങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കുക എന്ന ആ സമയത്താണ് അന്ന് ജാസ്മിൻ പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഓക്കെ, അവളവിടെ പോയി റീൽ എടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ. നമ്മൾ ചെയ്യാൻ ഒരു സ്ഥലത്ത് ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് എന്തിനാണ് പോയി ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്? മറ്റുള്ള വിശ്വാസികളുടെ ആ ഒരു വിശ്വാസത്തെ എന്തിനാണ് വ്രണപ്പെടുത്തുന്നത്? നമുക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ട്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു പള്ളിക്കാരനാണ്. ഞാൻ അമ്പലത്തിൽ പോയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ ചില അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ ഷർട്ട് ഊരി നമ്മൾ തോളിയിടണം, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകണം. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് പറ്റത്തില്ല, ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ടേ കയറത്തുള്ളൂ. അങ്ങനെ വാശി പിടിക്കേണ്ട വല്ല കാര്യമുണ്ട്? എനിക്ക് ഷർട്ട് ഊരി ഇട്ടിട്ട് അവിടെ കയറാൻ പറ്റുമെങ്കിൽ കയറുക, ഇല്ലെങ്കിൽ വീട്ടിൽ പോടാ. ഈ മൂടേ എനിക്കുള്ളൂ. നമ്മൾ എന്തിനാണ് ഒരു സ്ഥലത്ത് പോയിട്ട് കച്ചറ പരിപാടി ഉണ്ടാക്കുന്നത്? ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് റീൽസ് എടുക്കാൻ പാടില്ലെന്ന്, വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ലെന്ന് നിയമം അവിടെ കൊണ്ടായിരുന്നിട്ട് ജാസ്മിനൊക്കെ പോയിട്ട് അന്ന് വീഡിയോ എടുത്ത് ഷോ കാണിച്ചു. അതും ജാസ്മിൻ അറിയാം താനൊരു മുസ്ലിം ആണെന്ന്. അതുകൊണ്ട് ഇവിടെ പോയിട്ട് ഇങ്ങനത്തെ പേക്കൂത്തുകൾ കാട്ടാപ്പുകൾ കാണിച്ചു കഴിഞ്ഞാൽ വിവാദമാകുമെന്നും അത് പ്രശ്നമാകുമെന്നും സാമാന്യ ബോധം വെച്ച് ചിന്തിക്കണമായിരുന്നു. അതിനുള്ള സാമാന്യ ബോധം പോലും അതിനൊന്നും ഇല്ല. ഞാൻ കൂടുതലും അതിലോട്ട് പറയുന്നില്ല. അന്ന് എന്നെ വലിയ ചീരൊട്ടിച്ച്. എന്തായാലും ചേച്ചി പറ, ചേച്ചിയില്ല എൻ്റെ പൊന്നുമോള് പറ, നല്ല രസമുണ്ട് നിന്നെ കാണാൻ, അതുകൊണ്ടാണ് ഞാൻ ചേച്ചി എന്ന് വിളിക്കാത്ത കേട്ടാ. ക്യൂട്ട്. ഈ ഒരു അവസരത്തില് ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയും. എന്ത് കാഴ്ച അല്ലേ? ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും അകത്തും പുറത്തും റോഡിലും ഒക്കെ ആയിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതിലൂടെ മീനൊക്കെ ഓടി പോകുന്നു കണ്ടു എന്ന് ആൾക്കാർ പറയുകയാണ്. ആ ക്ഷേത്രമുറ്റത്തും റോഡിലും ഒക്കെ ഹിന്ദുവും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാരും അതേ വെള്ളത്തില് ഒരേ വെള്ളത്തില് ചവിട്ടി പോകുന്നു. ഓക്കെ, ഒരേ വെള്ളത്തിൽ ചവിട്ടി പോകുന്നു. അതിനിപ്പോ എന്താ പ്രശ്നം? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അമ്പലങ്ങളിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ പോയിട്ട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന തന്തയില്ലായ്മ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഒരു സ്ഥലത്തുള്ള വിശ്വാസം, ആ വിശ്വാസം അതേപോലെ പാലിച്ച് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ പൊക്കോ. ജസ്ന സലീം ഒരു സമയത്ത് ഗുരുവായൂർ അമ്പലം നടയിൽ പോയതിന് ആരും വിമർശിച്ചില്ല. എന്നാൽ അവള് കാണിച്ചു കൂട്ടിയ പേക്കൂത്തും റീച്ചിന് വേണ്ടിയിട്ട് അവള് കാണിച്ച തന്തയില്ലായ്മയാണ് അവളെ തിരിച്ചു കൊത്തിയത്. ഓക്കെ, അതുപോലത്തെ കടയാടികൾ പോയിട്ട് അവിടെ ഓരോ പരിപാടികൾ ചെയ്തു കൂട്ടിയത് കാരണമാണ് തിരിച്ചടി കിട്ടിയത്. അതാദ്യം മനസ്സിലാക്കുക. ഇവളെ പോലത്തെ ഫ്രോഡുകൾ റീച്ചിന് വേണ്ടിയിട്ട് പോയി ഉണ്ടാക്കുന്ന, അല്ല നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ അവിടെ മുസ്ലിം ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാം കൂടി വന്നെന്ന് പറഞ്ഞ് ഈ ഇരുന്ന് പ്രസംഗിക്കുന്ന കാര്യം ഒരു കാര്യമില്ല എൻ്റെ പൊന്നുമോളെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ നാളെ ഗുരുവായൂർ അമ്പലം നടയിൽ പോയാൽ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വീണ്ടും റിപ്പീറ്റ്ലി പറയുന്നത്, ഞാൻ ക്രിസ്ത്യൻ മത വിശ്വാസത്തിലുള്ള ഒരാളാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് അവിടെ തൊഴുതാലോ അല്ലെങ്കിൽ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് അവിടെ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ്. അത് അവരുടെ മതത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്നവനായി മാറും ഞാൻ. ഓക്കെ, അല്ലാണ്ട് ഞാൻ അവിടെ പോയി ഇപ്പൊ ഭഗവാനെ തൊഴുന്നതിലോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസാദം വാങ്ങി കഴിക്കുന്നതിലോ അല്ലെങ്കിൽ അവിടെ ചുറ്റി നടന്നൊന്ന് കാണുന്നതിലോ ഒരു തെറ്റുമില്ല. പക്ഷെ അവിടെ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് പോയി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതാണ് തൊട്ടിത്തരം. ഇപ്പൊ മോള് വന്നിട്ട് മതേതരത്വം പറയുന്നതാണ്. ഞാനിവിടെ എല്ലാ മതങ്ങളെയും സപ്പോർട്ട് ചെയ്ത് എല്ലാ മതങ്ങളും അടിപൊളിയായിട്ട് ഒന്നിച്ചു പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഓരോ അമ്പലങ്ങളിലും പള്ളികളിലും പോയി ചെയ്യാൻ പാടില്ല, അത് ചെയ്യാതിരിക്കുക, അതേ പറയുന്നുള്ളൂ. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് കണവണാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. മതേതരത്വത്തൊക്കെ നല്ലത് മോളെ നിന്നെ ചേച്ചി എന്ന് വിളിക്കത്തില്ല, നീ കാണാൻ നല്ല രസമുണ്ട്, പറ. ജാതി മതവും ചോദിച്ചല്ലോ ഒഴുകുന്നത്. കുറച്ചു നാൾ മുമ്പ് ജാസ്മിൻ ജാഫർ, ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരി, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവര് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തില് കാല് നനച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് റീൽ എടുത്തു എന്നൊക്കെ പറഞ്ഞൊരു വലിയ പുകില് തന്നെ ഉണ്ടായി. ഓർമ്മയില്ലേ? ആചാരം പോയി, കുള അശുദ്ധിയായി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ 6 ദിവസത്തെ പൂജയും ഒരു സെക്കൻഡ്, ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രകസനം കാണിക്കാൻ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളരുത്. വിശ്വാസികൾക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പോകാനുള്ള ഒരു സ്ഥലമാണത്. അല്ലാതെ പ്രകസനം കാണിക്കാനും റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും മറ്റേ കെണ്ടിയെറുക്കാനുള്ള സ്ഥലമല്ല അതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ പോയി എന്തിനാണ് ഈ പ്രകസനം കാണിക്കുന്നത്? അതിനെ പറ്റിയിട്ട് എൻ്റെ കൊച്ചിന് എന്താ പറയാനുള്ളത്? അതിനെ പറ്റിയിട്ട് എനിക്ക് വല്ലതും പറയാനുണ്ടോ? അപ്പോ കാണിക്കുന്ന പ്രകസനങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോഴോ അത് തെറ്റാണെന്ന് പറയുമ്പോഴോ അവിടെ കയറിയിട്ട് നിങ്ങൾ മതം മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സാധനമില്ലേ, ആ സാധനത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ.
അവള് മുസ്ലിം ആയതുകൊണ്ടാണ് അവളെ തടുത്തത്, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ സംസാരിക്കുന്നത്. നമ്മൾ എന്തിനാണ് അവരുടെ വിശ്വാസത്തിന്റെ ഇടയിൽ കയറിയിട്ട് കച്ചറ സ്വഭാവം ഉണ്ടാക്കുന്നത്? ഇപ്പൊ അമ്പലക്കാർ വന്നിട്ട് പള്ളിക്കാരുടെ ഇടയിൽ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പള്ളിക്കാർ ഉണ്ടാതിരിക്കുമോ? അപ്പൊ അവരുടെ വിശ്വാസത്തെ അവിടെ വ്രണപ്പെടുത്തുകയോ അവിടെ അശുദ്ധി ഉണ്ടാക്കുക മീൻസ് ഒരാൾ വന്ന് അന്യമതത്തിലുള്ള ഒരാൾ വന്ന് കയറി എന്ന് പറഞ്ഞ ഒരു തെറ്റില്ല കേട്ടോ. അവിടെ വേറെ പല മതത്തിലുള്ള ജാതിയിലുള്ള ആൾക്കാരെല്ലാവരും വരുന്നുണ്ട്, അതിലൊന്നും ആരും തെറ്റ് പറയുന്നില്ല. പക്ഷേ ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യരുത്. ഇപ്പൊ ജാസ്മിൻ അന്ന് വന്നിട്ട് അവിടെ ഈ പറയുന്നത് പോലെ റീല് ചിത്രീകരണം, അവിടുത്തെ കുളത്തിൽ ഇറങ്ങാൻ പാടില്ലാത്ത കുളത്തിൽ ഇറങ്ങല്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസത്തെ ആചാരത്തെയാണ് വ്രണപ്പെടുത്തുന്നത്. നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ പോയിരുന്ന് ചൊറി ഉണ്ടാക്കിയിട്ട് വരുന്നത്? നമുക്ക് മാറി നിന്നാൽ പോരെ, പകരം നമുക്ക് കയറാനും പോകാനുമുള്ള സ്ഥലത്തൊക്കെ പോയും കയറിയൊക്കെ പോരെ. എന്തിനാണ് ആവശ്യമില്ലാത്ത ചാടിക്കയറി അങ്ങോട്ട് ചെയ്യുന്നത്? അത്രയും ചിന്തിച്ചാൽ പോരെ. ഓക്കെ, കളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ പുകിലൊന്ന് അടങ്ങിയത്. ഇനിയിപ്പോ എന്താവും അറിയില്ല. ഒരു മുസ്ലിം പെൺകുട്ടി കാല് നനച്ചു എന്ന് പറഞ്ഞ് അവര് ശുദ്ധികലശം നടത്തി ആ കുളത്തില്. ഇനിയിപ്പോ ഈ വെള്ളമൊക്കെ പറ്റിയതിനു ശേഷം ഈ നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ ശുദ്ധികലശം നടത്തേണ്ടി വരുമല്ലോ. കാരണം നമ്മളെല്ലാരും ജാതിയും മതവും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുള്ള ആൾക്കാര് ചവിട്ടി നടന്നു പോയ വെള്ളം തന്നെയാണ് എല്ലായിടത്തും ഒഴുകി എത്തിയേക്കുന്നത്. എപ്പോഴും എന്റെ പൊന്നുമോളെ, ഇതിന്റെ ഇടയിൽ കയറി മതം മിക്സ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് പോയി ചെയ്യുക. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി ചെയ്തിട്ട് കുറെ പ്രസംഗിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് അമ്പലങ്ങളിൽ പോയി പ്രഹസനം കാണിക്കുന്നത്? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ഫോട്ടോ എടുക്കാം എന്നുള്ള അമ്പലങ്ങളുണ്ട്, കുളത്തിൽ ഇറങ്ങാം എന്നുള്ള അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ പോവാം. ഓക്കെ, ഈ ഗുരുവായൂർ അമ്പലങ്ങളിൽ അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അത് അവരുടെ ആചാരങ്ങളും ഐതിഹ്യങ്ങളൊക്കെയാണ്. നമ്മൾ എന്തിനാണ് അതിനെ വെറുതെ ചൊറിയാൻ പോകുന്നത്? ചൊറിഞ്ഞിട്ട് എന്ത് സുഖമാണ് കിട്ടുന്നത്? ശബരിമലയിൽ കുറെ കെണ്ടി ഇറക്കാനായിട്ട് കയറി പോയല്ലോ. സത്യം പറയാലോ, ഈ നാട് ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുന്നതും നാടിന്ന് ഫേസ് ചെയ്യുന്നതും ഇവിടെ ഓരോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അഴിഞ്ഞാട്ടങ്ങളും കാരണം തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നമ്മുടെ നാട് ഒരു കാലഘട്ടം വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ പുരോഗമന ചിന്താഗതികൾ കയറിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്യുന്നു. ശബരിമലയിൽ സ്ത്രീകൾ അങ്ങനെ കയറാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമുക്ക് എന്തിനാണോ അവിടെ പോയി ശബരിമലയിൽ തന്നെ കയറണം എന്നുള്ളൊരു ഒരു ആർത്തി കാണിക്കുന്നേ? ഓക്കെ, വേറെ എവിടെയൊക്കെ പോകാനുണ്ടല്ലോ, അവിടെയൊക്കെ പൊക്കൂടെ? ശബരിമലയിൽ തന്നെ കയറണം എന്തിനാണ്? നാട് നശിക്കുന്നില്ലേ? ഓക്കെ, ചെയ്യാൻ പാടില്ലാത്തതും വർഷങ്ങൾ കൊണ്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു കൂട്ടുമ്പോൾ മനസ്സിലാക്കുക. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, ഈ നാട് നശിക്കുന്നതിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെ പുരോഗമന ചിന്താഗതി തേങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലവളുമാർക്ക് ഇപ്പൊ തുണി പോലും കൊടുക്കാൻ വയ്യ, ആ സെറ്റപ്പിലോട്ട് മാറുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ദൈവങ്ങളുണ്ട്. ഓക്കെ, അവർക്ക് ഇതൊക്കെ കണ്ണുറന്നിരുന്ന് കാണാൻ പറ്റുന്നില്ല. കണ്ണടച്ചിരുന്നായിരിക്കും നമ്മുടെ നാട് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് പല ഇതും ഉണ്ടാക്കും, ഡിസാസ്റ്റേഴ്സും ഉണ്ടാക്കി നമ്മുടെ നാട് ചിലപ്പോൾ അങ്ങ് നശിപ്പിക്കും, ലോകം തന്നെ ഇല്ലാണ്ടാക്കും. കാരണം അമ്മാതിരി അപരാധത്തിലോട്ടാണ് നമ്മുടെ നാടും ലോകമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. കാണിക്കുന്നതെല്ലാം അപരാധങ്ങൾ. ഈ ശബരിമലയിൽ എന്തിനു ഇടിച്ചു കയറി? അതിനുശേഷം ഇവിടെ എന്തെങ്കിലും നമ്മുടെ കേരളത്തിനൊരു സ്വസ്ഥത ഉണ്ടാ? സത്യം പറഞ്ഞാൽ ഇവളുമാര് കെട്ടി എഴുന്നല്ല അങ്ങോട്ട് കുറേ പോയി എന്തുണ്ടാക്കി ഇവളുമാര്? സമാധാനം സ്വസ്ഥതയുണ്ടോ? തേങ്ങ ഇരിക്കുന്നു. വെള്ളപ്പൊക്കം, ഇടിമിന്നൽ, മഴ, മണ്ണൊലിപ്പ്, ഇതൊക്കെ തന്നെ ഇപ്പൊ നാട്ടില്. ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ ദൈവകോപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പറയും, ഓ നീ അന്ധവിശ്വാസം വിശ്വസിച്ചോണ്ടിരുന്നു, ഞാൻ അങ്ങനെ തന്നെ വല്ലതും ചെയ്യാണ്ട പയ്യേസു പറ. ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മളെ ഒരു വലിയ കാര്യം എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ വെള്ളം കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന അവസ്ഥയില് ഒരു തോണിയായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് ചിലപ്പോ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ കൊല്ലംകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കുമല്ലോ, ഒരു കൊല്ലംകാരനോ കൊല്ലംകാരിയോ ഒക്കെ ആയിരിക്കാം. അതിനിപ്പോ എന്താ മോളെ, ഇതിന്റെ പ്രശ്നം ഉണ്ടാ? നീ ഇതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണോ? നമുക്ക് ആർക്കൂടെ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ആര് വേണോ രക്ഷിക്കട്ടെ. പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കയറി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതാണോ നിങ്ങളുടെ മതേതരത്വം അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഒരു സ്ഥലത്ത് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത അത് കയറി ചെയ്യുകയല്ല വലിയ സംഭവം. പറഞ്ഞില്ല ഞാൻ, ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് എന്തിനാണ് കെട്ടി എഴുന്നേൽ കയറണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് പോകുന്നേ? എന്റെ ക്വസ്റ്റ്യൻ അതേ ഉള്ളൂ. കയറാൻ പാടുള്ള സ്ഥലങ്ങൾ ഒരുപാടില്ല, അവിടെ പൊക്കൂടെ? അപ്പൊ നമ്മൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്ത അത് ചെയ്ത് കാണിക്കുക. അതാണോ നമ്മുടെ ഒരു മറ്റേ മതേതരത്വം അല്ലെങ്കിൽ ഇക്വാലിറ്റി, തേങ്ങ മാങ്ങ തൊലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന സാധനം? ചോദിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. ആ തോണി കയറുന്നതിന് മുമ്പ് ആരെങ്കിലും ചോദിക്കോ നിന്റെ ജാതി ഏതാ, നിന്റെ മതം എന്താ എന്ന് ചോദിക്കാൻ നിൽക്കുവോ?
അപ്പോ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമുക്ക് മതം ഒരു പ്രശ്നമല്ല എങ്കിൽ, ജാതി ഒരു പ്രശ്നമല്ല എങ്കിൽ, ഒരു സാഹചര്യത്തിലും നമുക്ക് മതവും ജാതിയും ഒന്നും ഒരു പ്രശ്നമേ ആകാൻ പാടില്ല. ഇനിയെങ്കിലും എല്ലാരും കണ്ണു തുറക്കൂ. ലോകത്തെ ഒരു മതവും ഒരു ആചാരവും മനുഷ്യത്വത്തെക്കാൾ വലുതല്ല. പ്രളയത്തിന് നമ്മളെല്ലാം എന്റെ പൊന്നുമോളെ BGM ഇട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് ഒന്ന് ആലോചിക്കുക. എന്തിനാണോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഓരോ സ്ഥലത്ത് പോയി ചെയ്യുന്നത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഓരോന്ന് കെട്ടി എഴുന്നള്ളി വരുമല്ലോ മോളെ. നിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് നിന്നെ ഞാൻ ഒന്നും പറയാത്തതാ. ഒരുപോലെ കാണാൻ സാധ്യമാകുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മനുഷ്യർക്ക് അത് പറ്റുന്നില്ല? മനുഷ്യർക്ക് അത് പറ്റാത്തതിന്റെ കാര്യവും ഞാൻ പറഞ്ഞുതരാം. മനുഷ്യർ കാണിക്കുന്ന തൊട്ടി പരിപാടികളാണ്. ഈ മതത്തിന്റെ പേരും പറഞ്ഞ് ചുമ്മാ ഇവിടെ കിടന്ന് കച്ചറ പരിപാടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ എന്തിനാണ് തമ്മിലടിക്കുന്നത്? ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ. എന്തിനാണ് തമ്മിലടിക്കുന്നത്? കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി കയറുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഞങ്ങള് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതുകൊണ്ട് എല്ലായിടത്തും എല്ലാവർക്കും കയറാം. ഈ ഒരു സാധനം നിങ്ങൾ അടിച്ചു വെക്കുന്നുണ്ട്. എനിക്ക് 100% യോജിപ്പില്ല. ഞാൻ സീരിയസിൽ പറയുകയാണ്, എനിക്ക് 100% യോജിപ്പില്ല. ഞാൻ ഈ ശബരിമലയുടെ കേസും അത് തന്നെയാണ് പറഞ്ഞത്. എന്തിനാടോ കൊന്നിട്ട്? ഞങ്ങള് അനാഥരാണ്, ഗുണ്ടകളല്ല. ആ ഒരു മൂഡ് പിടിക്കാനാണ്. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. സത്യം, നമ്മൾ എന്താണോ ഈ ലോകത്ത് ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്ത് കാണിക്കുക എന്നതാണോ നിങ്ങളുടെയൊക്കെ അജണ്ടകൾ? ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുവാണ്. ഡേയ്, നാടിന്റെ പോക്ക് എങ്ങോട്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. 2018 വെള്ളപ്പൊക്കം, ഇപ്പൊ വെള്ളപ്പൊക്കം. പണ്ട് ഇതുപോലെ വലുതായിട്ടൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ഇവരൊക്കെ ചെയ്തു തുടങ്ങി. അതോടുകൂടി ഈ നാട് നശിച്ചു തുടങ്ങി. അത് തന്നെ പറയേണ്ടി വരും. കൂടുതലായിട്ട് എനിക്കിതിൽ വിവരിക്കാനായിട്ടൊന്നുമില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ നടക്കാൻ പാടില്ലാത്ത പലതും നമ്മുടെ നാട്ടിൽ നടക്കും. ഇതൊക്കെ സ്വയമേ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട്? അതായത് ചുമ്മാ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഓക്കെ, ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം മാതാവിലും യേശുവിലും ഒക്കെയാണ്. ഞാൻ ആ ഒരു പാറ്റേൺ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നാളെ എനിക്ക് തോന്നുകയാണ് ഒരു അമ്പലത്തിൽ പോകണം. എനിക്ക് അവിടെ അമ്പലത്തിൽ ഇപ്പോൾ പറയുന്ന പോലെ ക്രിസ്ത്യാനികളെ കയറാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ള മതത്തിലുള്ളവർ കയറാൻ പാടില്ല, അവിടെ പോയി അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ആചാര രീതി അവിടെ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ വേറെ അമ്പലങ്ങളിൽ ആ പ്രശ്നമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നാളെ എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്യണം? പ്രശ്നങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ആർക്ക് വേണോ പോകാം, ആർക്ക് വേണോ അവിടെ പോയി എന്ത് വേണോ ചെയ്യാം എന്നുള്ളൊരു അമ്പലത്തിലേക്ക് പോവുക. അല്ലാണ്ട് ഇവിടെ വേറുള്ള ആൾക്കാർ വരാൻ പാടില്ല, അല്ലെങ്കിൽ വേറുള്ള ആചാരങ്ങൾ അങ്ങനെ വേറെ പാടില്ല, വേറെ മതത്തിലുള്ളവർ വരാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആചാര രീതി അവിടെ വർഷങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലത്ത് അവിടെ തന്നെ എനിക്ക് കയറണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് എവിടത്തെ കോണത്തിലെ പരിപാടിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് പോകാനുള്ള വേറെ അമ്പലങ്ങളുണ്ട്, അതേ സെയിം ദൈവങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പലങ്ങളുണ്ട്. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയാൽ പോരെ? എനിക്ക് ഇവിടെ തന്നെ കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് തന്നെ എനിക്ക് കയറണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് എന്തിനാ? എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ. എന്തിനാണ് അവരുടെ വിശ്വാസത്തെ ആചാരത്തെ നമ്മൾ വ്രണപ്പെടുത്താനായിട്ട് പോകുന്നത്? അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ 10 ആള് കയറി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളം മൊത്തത്തിൽ എല്ലാവരും ചവിട്ടി നിൽക്കുകയാണ്. ഓക്കെ, അവിടെ ഹിന്ദുവും ക്രിസ്ത്യൻസും മുസ്ലിംസും ഉണ്ട്, അപ്പൊ ആ വെള്ളം അമ്പലത്തിൽ കയറിയില്ല, അശുദ്ധി ആയില്ലേ എന്ന് പറഞ്ഞ് നീ ചോദിക്കുന്നതിൽ എനിക്ക് അർത്ഥമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പൊ ഒരു ആപത്ത് വരുന്ന സമയത്ത് ആർക്ക് വേണോ കയറാം, ആർക്ക് വേണോ നിൽക്കാം, എന്ത് വേണോ ചെയ്യാം. ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലത്തിൽ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യൻസിനോ കയറാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു നിയമമേ അവിടെ ഇല്ല. അപ്പൊ ആ സ്ഥിതിക്ക് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടുത്തെ കുളത്തിൽ വേറുള്ള മതക്കാർ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് ജസ്ന സലീമിനെ പോലത്തെ ഒരു വൃത്തികെട്ട ജന്തു കാരണമാണ് അവിടെ ഇത്രയും സ്ട്രിക്റ്റ് കൊണ്ടുവന്നത്. കാരണം മറ്റൊരു മതത്തിൽ നിന്നുമുള്ള ഒരുത്തി വന്നിട്ട് അവളെ സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾ പോലും അടുപ്പിക്കുന്നില്ല. അതാണ് വേറൊരു സത്യം. അങ്ങനെ വേറുള്ള ഒരു മതത്തിലുള്ള ഒരുത്തി വന്നിട്ട് അവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ച് ജനമനസ്സുകളിലേക്ക് ഈ പറയുന്ന വർഗീയത കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഒരു പ്രവണത കണ്ടും കൊണ്ട് നാട്ടുകാർ പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെയാണ് അവിടെ നിയമം വരെ വന്നത്. ഓക്കെ, ആ അമ്പലത്തിൽ അത് അത്രയും ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു അമ്പലമാണ് ഈ ഗുരുവായൂർ അമ്പലം ഉണ്ടായിട്ട്. അപ്പൊ അവിടെ വന്നിട്ട് ഈ പ്രകസനം കാണിക്കുന്നത് ഓഫ് കോഴ്സ് ആളുകൾക്ക് പിടിക്കത്തില്ല. അങ്ങനെയാണ് അവിടെ നിയമം വരെ വന്നത്. പിന്നെ ജാസ്മിൻ വന്ന കേസുകൾ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഈ പെൺകുട്ടി. അപ്പോ അവിടെ അങ്ങനെ ഇറങ്ങാൻ പാടില്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് എന്താണോ നീയൊക്കെ നേടിയത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ നേടുന്നത്? ചെയ്യാൻ പാടില്ല അത് ചെയ്തിട്ട് എന്താണ് നേടുന്നത്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് അത്രയൊന്ന് ചിന്തിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ ജഗപുകാന്ന് പറഞ്ഞ് പിടികിട്ടും.
അപ്പൊ കൂടുതലായിട്ട് എനിക്ക് ഇതിൽ കിടന്ന് വരവാനും സംസാരിക്കാനും താല്പര്യമില്ല. ഞാൻ പറയുന്നതിലൊക്കെ എനിക്ക് ഇതിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ശരിയുള്ളതുപോലെ എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് അത്യാവശ്യം കറക്റ്റാണ്. കാരണം ശബരിമല കേസ് ഞാൻ പറഞ്ഞു, ശബരിമലയിൽ സ്ത്രീകൾക്ക് അതായത് ഈ എത്ര വയസ്സ് കഴിഞ്ഞ് പോവാം, പിന്നെ കുട്ടിക്കാലത്ത് എന്തോ പോവാം, ഓക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ പ്രായത്തിൽ പോയാൽ പോരെ? അല്ലെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോകാൻ വേണ്ടി വാശി പിടിക്കുന്ന? നിങ്ങൾക്ക് പോകാൻ എത്രയോ അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയാൽ പോരെ? കയറാനും പോകാനും പാടില്ലാത്ത സ്ഥലങ്ങളിൽ തന്നെ പോയി കയറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായം. നമ്മുടെ നാട് നശിക്കുന്നതിൽ എല്ലാത്തിലും ഒരു പങ്കുണ്ട്. എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്ത് കാണിച്ചുകൊണ്ട് നമ്മുടെ നാട് കുട്ടിച്ചോറാവുകയാണ്. ഓരോ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ തന്തയില്ലായ്മയാണ് ഇപ്പം നടക്കുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ ഇത്രയും പറഞ്ഞങ്ങ് നിർത്തുന്നു. ഇനി ജസ്റ്റിന സലീം, നിനക്കെതിരെ DGPക്ക് പരാതി കൊടുത്തതും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അടുത്ത് മറ്റൊരു വീഡിയോയും കൂടി ആയിട്ട് വരാം. അപ്പൊ ശരി, ഇതിലിപ്പോൾ ഇത്ര നിർത്താം, കാരണം കുറെ 10-20 മിനിറ്റ് ആയി. അപ്പൊ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയൊരു വീഡിയോ ഇടണം.